കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് ഓരോന്നും നോക്കാം. ഒന്നാമത്തെ നോക്കൂ, ഭാഷാപരമായിട്ടുള്ള ബുദ്ധി, യുക്തി ചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി, ദൃശ്യസ്ഥല പരബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിപരമായ ബുദ്ധി, അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി. അപ്പോൾ ഈ 9 എണ്ണമാണ് അദ്ദേഹം എന്താണ് വിശകലനം ചെയ്തിട്ട് ഈ കണ്ടെത്തിയ ബുദ്ധി സവിശേഷതകൾ കേട്ടോ. 9 എണ്ണമാണ്. അപ്പോൾ ഈ 9 എണ്ണം നമുക്ക് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ആന്തരിക വൈയക്തിക ബുദ്ധിയും അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ചിലപ്പോൾ ഇനി വരുന്ന എക്സാമിന്, ഇനി നടക്കാൻ പോകുന്ന എക്സാമിന് ചിലപ്പോൾ ഇതിന് ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വെർണിക്കയും ബ്രോക്കയും എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബയോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ മസ്തിഷ്കം പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ഏരിയയും പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. നമുക്ക്